ഡൽഹിയിൽ അമ്മയെയും സഹോദരങ്ങളെയും യുവാവ് കൊലപ്പെടുത്തി. ലക്ഷ്മിനഗർ പോലീസ് പരിധിയിലാണ് കൊലപാതക പരമ്പര നടന്നത്. 1.5 കോടി രൂപയ്ക്കാണ് 25-കാരനായ യശ്വീർ സിംഗ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. मरने वाले हैं उसमें सबसे पहले इनकी मदर हैं, 46 ईयर ओल्ड है, उनका नाम कविता है। एक इनकी जो अक्यूज्ड है उसकी सिस्टर है मेघना, उनकी उम्र 24 साल है, और इसका भाई है मुकुल जिसकी उम्र 14 साल है। अभी तक इंटरोगेशन में ये बता रहे हैं कि ये काफ़ी फाइनेंशियली स्ट्रेस में था। ये 4-5 बार जो है खुद भी सुसाइड करने के इसने काफ़ी अटेम्प्ट किए हैं, और उस स्ट्रेस में और उस मेंटल डिस्टर्बेंस में इसने आज जो है अपने ही परिवार के 3 सदस्यों की വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, വളരെ വിചിത്രവും ഭീതി പടർത്തുന്നതുമായ ഒരു സംഭവം. 1.5 കോടി രൂപയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഡൽഹിയിലെ, പ്രത്യേകിച്ചും ഡൽഹി ലക്ഷ്മി നഗറിനെ നടുക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ലക്ഷ്മി നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് 3 മണിയോടെ യുവാവ് താൻ അമ്മയും കുടുംബാംഗങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മി നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസുകാർ യുവാവിന്റെ അഡ്രസ് നോക്കി തിരഞ്ഞു പോയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചിടക്കുന്ന അമ്മ കവിത, അതുപോലെ 46 വയസ്സുള്ള, അതുപോലെ സഹോദരി മേഘന, അതുപോലെ തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ മുകുൾ സിംഗ്, ഇവരെയൊക്കെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്ഥിതിയിലുണ്ടായി. കാരണം ഈ യോഗേഷ് സിംഗിനെ സംബന്ധിച്ചോളം സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു. സ്വയം തന്നെ യോഗേഷ് സിംഗ് സ്വയം 1.5 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ഇദ്ദേഹം സ്വന്തം പേരിലും കുടുംബത്തിന്റെ പേരിലും ചേർന്നിരുന്നു. ഇതാണ് ഈ സാമ്പത്തിക പദ്ധതി കാണാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പരിസരവാസികൾ വളർന്നത് അത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഏതായാലും ലക്ഷ്മി നഗറിലെ പോലീസ് സ്റ്റേഷനെ നടുക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോന, ഇതിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ വിവരങ്ങളും ചോദ്യം ചെയ്യലും തുടരുകയാണ്. വൈകിട്ട് 5 മണിയോടെ തന്നെ പോലീസ് മൃതദേഹങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിനേക്ക് അയച്ചിട്ടുണ്ട്. ഏതു തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും സാധാരണ മിഡിൽ ക്ലാസ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ലക്ഷ്മി നഗർ പോലീസ് സ്റ്റേഷൻ സംഭവം നടന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഈ യശ് സിംഗ് നൽകിയ മൊഴിയിലും പറയുന്നത്, തനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ അമ്മ വഴക്കുകയും സഹോദരങ്ങൾ പറഞ്ഞ് തങ്ങളെയും കൂടി കൊന്നിട്ട് മതി താൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്നൊരു വഴക്കുണ്ടായിരുന്നു, പതിവായിരുന്നു. ഇതേ തുടർന്നാണ് താൻ കൊലപാതകം നടത്തിയത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് തുകയാണ് ഇതിൽ പ്രധാന പ്രശ്നമെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലും അതേപോലെ തന്നെ യുവാവ് നൽകിയ മൊഴിയിലും പറയുന്നത്. 25 വയസ്സുള്ള യുവാവാണ് തൊട്ടു താഴെയുള്ള സഹോദരിയെയും 7ാം ക്ലാസ് പഠിക്കുന്ന സഹോദരനെയും അമ്മയെയും കൊല ചെയ്തത്. ഇത് നടുക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ. അതുമാത്രമല്ല, നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു യുവാവ് എന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോന, ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.